ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുറച്ച് നാളധികം എടുത്തു വെക്കാൻ പറ്റിയ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇഡ്ഡലി തട്ടിലൊന്ന് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത നാരങ്ങയാണെന്ന് വെച്ചാൽ കുറച്ച് കയ്പ്പ് കുറയും. ഇതിൽ കുറച്ചൊക്കെ പച്ച കളറാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ഇഡ്ഡലി തട്ടിൽ ഇതേപോലെ ഒന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ഡ്രൈ ചില്ലി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയൊരു വെളുത്തുള്ളി അതും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, ഏകദേശം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 8 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് ലോ ചെയ്തിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയിൽ ഉപ്പ് അത്യാവശ്യം നന്നായി പിടിക്കും, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് നാരങ്ങയുടെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റായ കുപ്പിയിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി. കുപ്പി എപ്പോഴും ഒന്ന് വിനീഗർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം അച്ചാർ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്